ഇന്ന് കേൾക്കണോ? മരിച്ച കുഞ്ഞിനെ ജീവിപ്പിച്ച കഥ. അജ്മീർ ബാബാന്റെയും അതുപോലുള്ള ആളുകളുടെയും കഥ പറയാ. കുഞ്ഞിനെ ജീവിപ്പിച്ച കഥ നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ രണ്ടാം കളിപ്പിന്റെ തൊട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഭാഗം ഒന്നിട്ട് ഹജപ്പാപ്പ ഇങ്ങനെ വേദ പറയുന്ന സമയത്ത് ഒരു ഉമ്മ വന്നിട്ട് കരയുന്നു, വല്ലാതെ കരയുന്നു, ശക്തമായി കരയുന്നു. ഹാജപ്പാപ്പ പറഞ്ഞു, ആരാണ്, എന്തിനാ ഒരു ബീവി കരയുന്നല്ലോ, ഒരു പെണ്ണ് കരയുന്നല്ലോ. അന്വേഷിച്ചു, അത് വിളിച്ചു. എന്താ? അവർ പറഞ്ഞു, എന്റെ മോനെ മരിച്ചു കിടക്കുകയാണ്. ഹാജപ്പാപ്പ, എനിക്കൊരു മോനാണ്, എനിക്ക് എന്റെ മോനെ ഹയാത്തായി കിട്ടണം. കരയാൻ തുടങ്ങി. ഹാജപ്പാപ്പ പെട്ടെന്ന് മനസ്സലിയുന്ന ആളാണ്. അല്ലാ, അവിടെ നിന്ന് ഉടനെ എന്താ ചെയ്തത്? പരിഹാരം വേഗം കുറച്ചാളെയും കൂട്ടി വേഗം ആ വീട്ടിലേക്ക് പോകുന്നു. മരിച്ചു കിടക്കുന്ന ആ മയ്യത്തിന്റെ അടുത്ത് എന്ന് തുണി ഇങ്ങോട്ട് മാറ്റിയിട്ട് കുമ്പി ഇതിനില്ല, മോനെ എഴുന്നേൽക്ക്, മോനെ എഴുന്നേൽക്കുന്നു. മാഷാ അല്ലാഹ്, ഒന്ന് തടവിക്കൊടുക്കുന്നു, ഹയാത്താക്കുന്നു. ചത്തേ ജഗത്തീനെ ജീവൻ ഇടിച്ചോർ. വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാൻ. ഹാജപ്പാപ്പന്റെ ലോകത ഒന്ന് തടവിയാൽ, ഒരു സ്പർശനം, ഒരു ദർശനം, അയാൾ അത്ഭുതങ്ങളായിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദീനറിയാത്തതിന്റെ വലിയ തയ്യാറായി കാണുന്നു. ഞാൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഒന്ന്, നിങ്ങൾ പറയുന്ന ഹാജ ഷെയ്ഖ് മനസ്സ് ലോല ഹൃദയമുള്ള ആളാണ്. ഉമ്മാന്റെ കരച്ചിൽ എന്താണ്? എന്റെ കുട്ടി മരിച്ചു, എന്റെ കുട്ടിനെ ജീവിപ്പിച്ചു തരണം. എന്താണ് കാര്യം? ഇവിടെ 2-3 പ്രശ്നങ്ങളില്ലേ? ഇസ്ലാമിക ചരിത്രത്തിൽ മരിച്ച കുട്ടിനെ ജീവിപ്പിക്കാൻ വേണ്ടി നബിമാരെടുത്ത് കൊണ്ടുവരുന്ന ആരെങ്കിലും ഉണ്ടോ? ഈസാ നബിയുടെ കഥ പറയുന്നിടത്ത് കുമ്പീതിനില്ല, അള്ളാന്റെ അനുമതിയോടെ. അത് മുഅ്ജിസത്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ചില പോയിന്റ് ഞാൻ പറയാം. ഇവിടെ എന്താണ്? വലിയ കഴിവുടവയരായ അദ്ദേഹം എന്താ പറയുന്നത്? കുൻ എന്നാണ് അള്ളാഹുവിന്റെ വിശേഷണം. ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അതാര വിശേഷണ? കുൻ ഫയകൂൻ. അതാര വിശേഷണ? റബ്ബിന്റെ വിശേഷണമാണ്. അതിൽ ആരെയാ പങ്കു ചേർക്കുന്നത്? ഖാജ മൊഹീദ്ദീനെ പങ്കു ചേർക്കുകയാണ്. ഇത് പറയുമ്പോ നമുക്ക് എന്താ പ്രശ്നം എന്നറിയാം. ഞാൻ പറഞ്ഞുതരാം. ഖാജ മൊഹീദ്ദീനെ പറയുമ്പോ ഇതാ കണ്ടട നമ്മളെ വലിയ ചീത്ത പറയണ വഹാബി. എന്താ നിങ്ങൾക്ക് അള്ളാഹ് നിങ്ങൾ തരംതാത്തുന്നതിൽ നിങ്ങൾക്ക് വിഷമമില്ലാത്ത? ഞങ്ങളോട് പറയുന്നത് ഇവിടെ എന്താ പ്രശ്നം? മരിച്ച കുട്ടിനെ ഇങ്ങനൊരവസ്ഥ ഇല്ല, ആർക്കും ഇല്ല എന്ന് വിചാരിക്കുക. എന്താ പ്രശ്നം? ഒരു മഹാന് മരിപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു അല്ലല്ലേ എന്ന് ചോദിച്ചു അള്ളാഹ്. സൂറത്ത് ഫുർഖാന്റെ തുടക്കം എന്താ അറിയോ? ജസ്റ്റ് ഞാൻ ഒരായത്ത് പറഞ്ഞുതരാം. പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറയാണ്. അധ്യായമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നു. ഓതിപ്പോകുന്ന കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഫുർഖാന്റെ തുടക്കം തന്നെയാണ്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ആശയം ഞാൻ പറയും, നമുക്ക് നോക്കാം. അത് നമ്മൾ പഠിക്കുക തന്നെ വേണം. നമ്മൾ ഖുർആൻ പഠിക്കുക. അതിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നത്. അല്ലദീ ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ് വലൻ യത്തഖിദ വലദൻ വലം യകുൽ ലഹു ശിർകുൻ ഫിൽ മുൽക്കി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ. എന്നിട്ട് അല്ലാഹു ഈ സൂറത്ത് ഫുർഖാന്റെ തുടക്കത്തിൽ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പറയുന്നത് വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. സൂറത്ത് ഫുർഖാൻ. മാഷാ അല്ലാഹ്. അതിന്റെ തുടക്കത്തിൽ 3-ാമത്തെ വചനം എന്താ അറിയോ? അവന് പുറമെ പല ഇലാഹുകളെയും ദൈവങ്ങളെയും സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾ, എന്നിട്ട് അവർ ദൈവങ്ങളെ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. അവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാണ്. തങ്ങൾക്ക് തന്നെ ഉപദ്രവമോ ഉപകാരമോ അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവർ അധീനപ്പെടുത്തുന്നില്ല. എന്ത്? മരണത്തെയോ ജീവിതത്തെയോ ഉയർത്തെഴുന്നേൽപ്പിനെയോ അവർ അധീനപ്പെടുത്തുന്നില്ല. ഒരാളെ മരിപ്പിക്കുന്നതിലോ ഒരാളെ ജീവിപ്പിക്കുന്നതിലോ അള്ളാഹ്ക്ക് പുറമെ ഒരു നബിക്കും പങ്കില്ല എന്ന് തീർത്ത് റഹ്മാനായ റബ്ബ് എവിടെയാ പറയണേ? സത്യാസത്യ വിവേചനം എന്ന അധ്യായത്തില് സൂറത്ത് ഫുർഖാനില്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം എന്താ, അസത്യം എന്താ, സമസ്ത എന്താ, വഹാബിസ് എന്താ, ജമാഅത്ത് എന്താ, തബ്ലീഗ് എന്താ, ഇതിങ്ങനെ വേർതിരിച്ചു പഠിപ്പിക്കുക. ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹ് പറയാണ്, മൗത്തിനെയാകട്ടെ ഹയാത്തിനെയാകട്ടെ നുശൂറിനെയാകട്ടെ ഒന്നും അവർ അധീനപ്പെടുത്തുന്നില്ല. ആര്? ഒരാളും. പിന്നെ എങ്ങനെ ഹാജ മരിച്ച ഒരാളെ ജീവിപ്പിക്കുക? അത് അള്ളാന്റെ ഖുർആനെതിരാണ്. എന്താ നിങ്ങൾ ചിന്തിക്കാത്ത? ഇനി ഇതൊക്കെ പോട്ടെ. ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് എന്നെ പറ്റിയോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പണ്ഡിതനെ പറ്റിയോ വളരെ ആളുകൾ ശപിച്ചും ആളുകൾ വളരെ കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും പറയാണ് അബ്തർന്ന്, വാലറ്റവൻ എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്തവൻ.
കുട്ടികളെ കിട്ടിയിട്ട് നിലക്കാത്തവര്. നബീനെ പറ്റി മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതാണ് അബ്തറാണ്, വാലട്ടാളാണ്. എന്താ കാരണം? നബീന്റെ മക്കളൊക്കെ മരിച്ചു. നബിയുടെ 6 or 5 മക്കൾ മരിച്ചു. അതിൽ ഏറ്റവും ദുഃഖകരമായ മുഹൂർത്തം ചരിത്രത്തിൽ കാണാം. ഇബ്രാഹിം മരിക്കുമ്പോ നബി അസ്ർ കഴിഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുന്നിലൂടെ കയറിപ്പോയി. ഇബ്നു അബ്ബാസ് പറയാൻ, ആന നടക്കണ പോലെ ചടുലമായി നടന്ന് അള്ളാഹുവിന്റെ റസൂൽ മകനെ വാരിയെടുക്കും, തോളിൽ വെക്കും, ഉമ്മ വെക്കും, താരാട്ടുപാടും, മേലോട്ടിട്ട് പിടിക്കും, കൊഞ്ചിക്കും. ഒരു കുഞ്ഞിനെ പോലെ നബി ആ മകന്റെ കൂടെ നടക്കും. ആ ഇബ്രാഹിം മരിച്ചിട്ട് 2 കൈകളിൽ ഇബ്രാഹിമിനെ എടുത്തിട്ട്, മോനെ ഇബ്രാഹിം, മോനെ സഹിക്കാനാകാത്ത വേദനയുണ്ട് മോനെ, നിന്റെ മരണത്തിൽ ഉപ്പാക്ക് വേദനയുണ്ട് മോനെ, പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും ഈ ബാപ്പ നിന്റെ പേരിൽ പറയില്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അജ്മീറിലെ ഷെയ്ഖിനെ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് കൊടുത്ത ആ റബ്ബ് എന്റെ കൂട്ടരെ ശത്രുക്കൾ നബിയെ അബ്തർന്ന് വിളിച്ചിട്ടും വാലട്ടവെന്ന് വിളിച്ചിട്ടും എന്തേ കൂട്ടരെ നബിക്ക് കഴിവ് കൊടുക്കാതിരുന്നത്? നിങ്ങൾക്ക് എന്താ ചിന്തിക്കാത്തത്? അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലുതോ അജ്മീറിലെ ഖാജ ആണോ? നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? വേണ്ടേ? ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, സക്കരിയ നബി നിങ്ങൾ അംഗീകരിക്കുവോ? അള്ളാനോട് വാർദ്ധക്യത്തിൽ തേടിയിട്ട്, അങ്ങേയറ്റം തേടിയിട്ട് യഹിയ എന്ന് പറഞ്ഞൊരു മകനെ കൊടുത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യഹിയ നബീന്റെ ചരിത്രത്തിന്റെ ഫുൾ ഡീറ്റെയിൽ അറിയോ? പൂർവ്വവേദങ്ങളിലും ഇസ്ലാമിക ചരിത്രത്തിലും ഒരൊറ്റ തൗഹീദി പ്രഭാഷണം നടത്തിയ ആളാണ് യഹിയ അലൈഹിസ്സലാം. ഒരൊറ്റ തൗഹീദി പ്രഭാഷണം. യഹിയ നബിക്ക് സംഭവിച്ച എന്താ അറിയോ? തൗഹീദ് പ്രസംഗിച്ച് തീരുന്നതിന് മുമ്പ് വാള് വെച്ചിട്ട് കഴുത്തറുത്തിട്ട് കഴുത്തിങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ വന്നിട്ട് മരുഭൂമിയിലേക്ക് വീണു. എന്റെ ചോദ്യത്രേ ഉള്ളൂ, വാർദ്ധക്യത്തിൽ അള്ളാനോട് കെഞ്ചിയിട്ട് അങ്ങേയറ്റം പ്രാർത്ഥിച്ചിട്ട് ഒരു കുട്ടിനെ കിട്ടിയിട്ട് ആ കുട്ടി കൊല്ലപ്പെട്ടിട്ട് ഒരു നബിക്ക് ആ കുട്ടിനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞോ? കുൻഫയക്കുൻ പറയാൻ കഴിഞ്ഞോ? ചിന്തിക്ക് മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കും. നിങ്ങളെ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ അജ്മീറിലെത്തിക്കണം, നിങ്ങൾ ഈ സ്വലാത്തിലെത്തിക്കണം. നിങ്ങളുടെ പോക്കറ്റ് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തില് ചെമ്പൽ കൊള്ളക്കാർ നിങ്ങളെ വിളിച്ചില്ലേ? ഞാൻ ഇന്നും ആ പോയിന്റ് വിളിക്കുന്ന ആളാ. നിങ്ങൾ ചെമ്പൽ കൊള്ളക്കാരെയും വെല്ലുന്ന, വീരപ്പനെ വെല്ലുന്ന കൊള്ളക്കാരാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ വെള്ളക്കുപ്പായിട്ടിരിക്കുന്നു, താടി വെച്ചിരിക്കുന്നു, തലപ്പാവ് ധരിച്ചിരിക്കുന്നു, പാവപ്പെട്ടവരുടെ മുമ്പിൽ നിങ്ങൾ അഭിനയിക്കുന്നു. നിങ്ങൾ അദ്ദേഹം പറഞ്ഞാലും ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരാളാണ്. അല്ല ഉസ്താദേ, ഫൈസി നിങ്ങളതല്ല, വലിയുദ്ദീൻ ഫൈസി അതല്ല. പാവപ്പെട്ടവരെ വഞ്ചിക്കുന്ന വഞ്ചകനാണ് നിങ്ങൾ. പാവപ്പെട്ടവരതല്ല, ആ വഞ്ചനയിൽ പെട്ടവരാണ് അവർ. അവരാരെയും വഞ്ചനപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ അവരെ വഞ്ചിക്കുന്നു. നിങ്ങൾക്ക് ദുനിയാവാട് മറന്ന, ഞാൻ എപ്പോഴും വിചാരിക്കുക, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന നബിയുടെ പിതൃവ്യൻ, ഒരു അത്ഭുതം സൃഷ്ടിച്ച മനുഷ്യനാ അദ്ദേഹം. സദസ്സ് എണീറ്റ് നിന്നിട്ട് നബീനോട് ഒരു ചോദ്യം ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ പലിശ വാങ്ങാൻ പാടില്ല എന്നല്ല പറഞ്ഞു? കോടിക്കണക്കിന് പലിശ കിട്ടാണ്ട് നബിയെ, എനിക്ക് എത്ര ദീനാറ് കിട്ടാനുണ്ട്, എത്ര ദീർഘം കിട്ടാനുണ്ട് എനിക്ക് നബിയെ, അത് വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു പറ്റില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മുതല് വാങ്ങിക്കൂടെ? മുതല് വാങ്ങാം. എന്നിട്ട് ആ ലക്ഷക്കണക്കിന് പലിശ ആഖിർ ഓർത്തിട്ട് വിട്ടുകൊടുത്ത ആളാണ് ആര്? അബ്ബാസ് അബ്ദുൽ മുത്തലിബ്. ഞാൻ ഉസ്താദെ, ഈ കിട്ടുന്ന ലക്ഷം ഉണ്ടല്ലോ, 40 ലക്ഷം 45 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് കിട്ടണ ഈ സാധനം, ഉസ്താദെ അത് ദുനിയാവിൽ മാത്രമേ ആനന്ദം നൽകൂ. ഒരു ദീനാർ ഉപകാരപ്പെടാത്ത ഒരു ലോകത്തേക്കാണ് നമ്മൾ പോണത്. ഒരു കീശയുമില്ലാത്ത 3 കഷ്ടം മല്ലു തുണി പൊതിഞ്ഞിട്ട ഉസ്താദ് നിങ്ങൾ പോണത്. ഉസ്താദെ നിങ്ങൾ ഇത് ഒറ്റക്കിരുന്നൊന്ന് കേൾക്ക്, എന്നിട്ട് നിങ്ങൾ ജനങ്ങളോട് പ്രഖ്യാപിക്കുക അടുത്ത വർഷം ഉണ്ടാവില്ല എങ്കിൽ നിങ്ങൾക്ക് പടച്ചോൻ എല്ലാ കരുണ തരും. ഇതൊന്നും വേണ്ട ഉസ്താദെ ജീവിക്കാൻ. എന്തിനാ ഉസ്താദ് ഇവിടെ രാവിലെ പോയിട്ട് രാത്രി വരെ പാറക്കല്ലിനോട് മല്ലിട്ട് പ്രവർത്തിക്കുന്ന, പാറക്കുറി പണിയെടുക്കണ, ചെങ്കല്ല് വെട്ടണ, മീൻ പിടിക്കണ, മാവിന്റെ കൊമ്പത്ത് കയറി മരം മുറിക്കണ എത്ര മനുഷ്യന്മാർ ഇവിടെ അന്തസ്സായിട്ട് കയ്യിലെ തയമ്പായിട്ട് ജീവിക്കുന്നുണ്ട് ഉസ്താദെ? ഞാൻ ആലോചിക്കണം, നോക്കൂ നിങ്ങൾ. എനിക്ക് അത്ഭുതം തോന്നി മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. പിഞ്ചു പൈതങ്ങൾ കൊല്ലപ്പെട്ട്, നബിയുടെ സ്വഹാബത്തിന്റെ കുട്ടികൾ വരെ കൊല്ലപ്പെട്ടിട്ട് ആ കുട്ടികളെ നബി ജീവിപ്പിച്ചോ? കുട്ടികൾ ഓർത്ത് കരഞ്ഞ സ്വഹാബിമാരുടെ വീട്ടിൽ ഇപ്പൊ ജഅഫർ ബിൻ അബി താലിബ് കൊല്ലപ്പെട്ടു. നബി വീട്ടിൽ ചെന്ന് അനാഥ മക്കളുടെ ശിരസ് തടവി. എന്നിട്ട് ഭാര്യനോട് പറയണതറിയോ? കൊല്ലപ്പെട്ട ഭർത്താവിനേക്കാൾ ഉന്നതനായ ഒരാളെ കിട്ടും, കുട്ടിനെയും കിട്ടും. ഉമ്മു സുലൈം റളിയല്ലാഹു തആല മകൻ മരിച്ചിട്ട് മകന്റെ ബോഡി മൂടി വെച്ചു. സ്വഹാബിയാണ്, സ്വർഗം കിട്ടുന്ന ഉറപ്പുള്ള സ്വഹാബിയാണ്. അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ, നിങ്ങൾ ചിന്തിക്ക, അബൂ ത്വലത്തുൽ അൻസാരിയുടെ. എന്നിട്ട് ഈ
മകനെ മൂടി വെച്ചിട്ട് ഭർത്താവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ഈ സഹാബ വനിത. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭർത്താവിനോട് ചോദിക്കണം, ഒരു അയൽവാസി നമുക്കൊരു സാധനം തന്നു, അത് തിരിച്ചു വെച്ച് നമ്മൾ കൊടുക്കണ്ടേ? അതെ, അള്ളാഹു തന്ന മകനെ അള്ളാഹ് തിരിച്ചെടുത്തു. അപ്പൊ ഭർത്താവിന് ദേഷ്യം പിടിച്ചു. ഭർത്താവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അങ്ങനെ റസൂൽ പറയാണ്, ഇൻഷാ അല്ലാഹ് ഇന്ന് നിന്റെ അള്ളാഹ് അറിയിച്ചു കൊടുക്കുകയാണ് റസൂലിനെ, ഇന്ന് ഇതിനേക്കാൾ ബെറ്ററായ, ഇപ്പൊ മരിച്ചില്ലേ, അതിനേക്കാൾ ബെറ്ററായ കുട്ടികൾ അള്ളാഹ് തരും. 9 കുട്ടികളാണ് പിന്നീട് അതിലുണ്ടായത്. 9 കുട്ടികൾ. എന്നാ റസൂൽ പറയണ്ടേ, കൊണ്ടുവാ, ഞാൻ കുൻ ഫയക്കുൻ പറയാ, ആ കുട്ടി ഇങ്ങോട്ട് ജീവിച്ചു പോരും. ചിന്തിക്കും, മനുഷ്യരെ എങ്ങളെ പിടിച്ച് ഇസ്ലാം ഏതാ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സമസ്തയുടെ മതം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ സാധനമാണ്. അതുകൊണ്ടാണ് 19 കൊല്ലം മുമ്പ് കാസർഗോഡ് ഈ ഉള്ളവൻ ചെയ്ത പ്രസംഗത്തിന്റെ പേരെന്താണ്? കാന്തപുരത്തിന്റെ മതം. സമസ്ത വേറൊരു മതാണ്. അത് നിങ്ങൾ ഏത് ഉസ്താദിന്റെ പേര് പറയും, നിങ്ങൾ ഉസ്താദിനെ എത്ര സാത്വികനാക്കിയാലും, നിങ്ങൾ പല ഉസ്താദുമാരെ പറ്റി പറയുക നാട്ടില് നമ്മളെ മുജാഹിദുകളെ കൂടെ ജീവിച്ച ആയിക്കോട്ടെ, ശിർക്കുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നേ. ആ ശിർക്കുണ്ടെങ്കിൽ നിങ്ങൾ മഹാൻ എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അള്ളാന്റെ മുമ്പിൽ അത്രയും നിസ്സാരന. എത്ര ഭക്തി വേറെ കാര്യത്തിൽ 5 നേരം കൃത്യമായിട്ട് നിസ്കരിച്ചാലും ശിർക്കുണ്ടെ രക്ഷപ്പെടുമോ മനുഷ്യരെ? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത? ഒരാളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം എന്താ? തൗഹീദാണ്. അതില്ലെങ്കിൽ മനുഷ്യ എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയി ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പടച്ചോനെ മതിയായിപ്പെടാത്തത്? പടച്ചോൻ മതിയെന്ന് എന്താ നിങ്ങൾക്ക് തോന്നാത്തത്? അല്ല പോരേ എന്ന് അല്ല ചോദിച്ചിട്ട് നിങ്ങൾ പറയാ പോരാ, ഞങ്ങൾക്ക് ഇന്നെന്ന വലിയകളും കൂടി വേണം. അപ്പൊ നിങ്ങളുടെ മതം ഏതാ? ഖുറാന്റെ 39 അധ്യായം 36 ചോദിക്കുന്നത് അല്ല പോരേ, നിങ്ങൾ പറയുന്നു പോരാ, അല്ലെങ്കിലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് ഇവരൊക്കെ വേണം. ഇതാണോ നിങ്ങൾ ജനങ്ങളോട് പറയുന്ന ദീൻ? ചിന്തിക്ക്.